അപ്പോൾ പതിവ് പോലെ രാവിലെ ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ താറാവ് വെള്ളത്തിൽ കൂടെ പോവുകയാണ് കേട്ടോ. നമുക്ക് 3 അല്ല 10 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ വെള്ളത്തിലുള്ള നീർനായ പോലത്തെ ഒരു സംഭവമുണ്ട്. കഴുന്ന എന്നാണ് ഇവിടെ പറയാറ്. അപ്പം അത് വന്ന് ബാക്കി എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് പോയി. ഇപ്പം 3 ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ സേഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഇതാ മണി 7 10 മിനിറ്റായി. ഞാൻ ചായക്കുള്ളതൊക്കെ റെഡിയാക്കി, ചോറിനുള്ളതും വെച്ചു. പിന്നെ തലേദിവസത്തെ മാവുണ്ടായിരുന്നു കേട്ടോ, ഇഡലി മാവ്, അത് ദോശ മാവാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ദോശയ്ക്ക് ചമ്മന്തിയാണ് കേട്ടോ, വെള്ള ചമ്മന്തി. അപ്പം ഇന്നലെ ഓൾറെഡി സാമ്പാർ ഉണ്ടാക്കി, അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ വെള്ള ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. മൂത്ത ആൾ നദാനിയെ കുറച്ച് ദിവസമായിട്ട് പറയുന്നത് ദോശയും വെള്ള ചമ്മന്തിയും വേണമെന്ന്. അപ്പം സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് തേങ്ങയൊക്കെ തിരുമ്മി പെട്ടെന്ന് നമ്മുടെ ചമ്മന്തി റെഡിയായി കേട്ടോ. ചമ്മന്തി റെഡി ആയപ്പോഴത്തേനും ഞങ്ങളുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കുറച്ച് ദോശ ഉണ്ടാക്കി. പിന്നെ ചമ്മന്തിയും വെച്ചു, പിന്നെ സ്നാക്സും വെച്ച് റെഡിയാക്കി. അപ്പോഴത്തേനും പിന്നെ ആൾ പോകുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ധൃതിയുള്ളതായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ അടുക്കള ഈ ഒരു പരുവമായി. നമുക്കിനി ഇതെല്ലാം വൃത്തിയാക്കണം. ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് ഞാൻ മീൻ കറി വെക്കാനായിട്ട് നിന്നു കേട്ടോ. ഇന്ന് മീൻ ഞാൻ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുള്ള കുറച്ച് നെത്തോലിയും കൊഴിയാളയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് നെത്തോലി എടുത്ത് ഞാൻ ഇന്നലെ പീര വെട്ടിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് തേങ്ങ എടുക്കണ്ട, അറിയാമല്ലോ തേങ്ങയ്ക്ക് ഇപ്പോൾ എന്താണ് വിലയെന്ന്. അതുകൊണ്ട് തേങ്ങ എടുത്തില്ല. ഇന്ന് ഞാൻ മുളക് കറിയാണ് വെക്കുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ വലിയ ഫ്രഷായിട്ടുള്ള മീനല്ലാത്തത് കൊണ്ട് അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പം അത് മുളക് കറി വെക്കുകയാണ് കേട്ടോ. അപ്പം ഉപ്പൊക്കെ ഇട്ട് തിളയ്ക്കാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ തിളച്ചു കേട്ടോ. അപ്പം അതിനകത്തോട്ട് നെത്തോലിയും കൊഴിയാളയും, കുഞ്ഞു കൊഴിയാളയായിരുന്നു കേട്ടോ, കുഞ്ഞു കൊഴിയാള, പൊടി കൊഴിയാള. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും പച്ചക്കറി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയൊന്നും ഇട്ടില്ല. അപ്പം അതിൻ്റെ കൂടെ ഇടാൻ ക്യാരറ്റോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ക്യാബേജ് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി തിളച്ചു റെഡിയായി. അപ്പോൾ എനിക്ക് കുറച്ച് മീൻ ഞങ്ങളുടെ ഒരു അങ്കിള് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ബോക്സിനകത്തിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ വാങ്ങിച്ച് വെച്ചിരുന്നതായിരുന്നു. അപ്പം അതും കൂടെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ ഒരു 4 കിളിമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് അത് വറുക്കാനായിട്ട് റെഡിയാക്കിയേ. പിന്നെ അതും വറുക്കാനിട്ട് അത് വറുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ മീനൊന്ന് ക്ലീൻ ചെയ്യാനിരുന്നു. എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാനിരുന്നത്. അപ്പം ക്ലീൻ ചെയ്തതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇളയ പുത്രി ആ മീൻ വെള്ളത്തിലൊന്ന് കുളിച്ചു. കാരണം എൻ്റെ ജോലി നടക്കണം, അപ്പോൾ അവൾക്ക് കളിക്കാൻ മീനും കൊടുക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും 11:45 ആവാറായി. അപ്പോഴത്തേനും തലേദിവസം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അറിയാമല്ലോ, നമ്മുടെ മാസം ആദ്യമാകുമ്പോൾ നമ്മൾ സാലറി കിട്ടുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. അപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന തിരിയാണ് കേട്ടോ. നമ്മൾ പടത്തിലൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തിരിയാണ്. പൈനാപ്പിളിൻ്റെ ആണ് കേട്ടോ, നല്ല ഫ്ലേവറാണ്. അപ്പം മീനിൽ വെള്ളത്തിൽ കുളിച്ച് നിന്ന ആളെ ഞാൻ വൃത്തിയാക്കി കുളിപ്പിച്ച് റെഡിയാക്കി കണ്ണൊക്കെ എഴുതി ചോറ് കൊടുക്കാനായിട്ട് ഇരുത്തി കേട്ടോ. ചോറൊക്കെ കൊടുത്ത് അയാളെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ വെളിയിലോട്ട് നോക്കി നിന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക്